ഹലോ, ഇനി നമുക്കൊരു അടിപൊളി മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഞാനിവിടെ 2 സവാള, ഒരു പാതിയുടെ പാതി തക്കാളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ സവാള നല്ലപോലെ കുഞ്ഞിതായിട്ട് വേണം അരിയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി വരുവേ. പിന്നെ നമ്മൾ തക്കാളിയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മളിതിൽ പൊടികളാട്ടോ ചേർക്കുന്നത്. ആദ്യമേ നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ മുളക് പൊടി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ നമ്മൾ മുളക് പൊടി, പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടി ഇടാൻ നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറണം കേട്ടോ മസാലയുടെ ഒക്കെ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കുക. ഇനി നമ്മളിതാ വഴറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഇച്ചിരി മാറ്റി വെച്ചിട്ട് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് തന്നെ നമ്മളിനി മുട്ട ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത് 2 പേർക്ക് കഴിക്കത്തക്ക രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കുഞ്ഞു മുട്ടയുണ്ട്. ഞാനിവിടെ 4 മുട്ട എടുത്തത്. വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് 2 മുട്ട മതി കേട്ടോ. ഒരാൾക്ക് കഴിക്കണമെങ്കിൽ 1 മുട്ട മതി. ഇവിടെ 2 പേരാണ് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മുട്ട ഒന്ന് ചിക്കി എടുക്കണേ. ആ ചിക്കി എടുക്കും തോറും നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറൂടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് എസൻസ് ആഡ് ചെയ്യാം. പറങ്ങാണ്ടി, മുന്തിരിങ്ങ, ഇതൊക്കെ വേണേൽ നമുക്കിടാം കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് പണിയായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ കോക്കനട്ടൂടെ ഓയിലൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.